ഹായ്, നമസ്കാരം. ചെറുപ്പം മുതൽ എല്ലാ പ്രായത്തിലും കാണുന്ന, എന്നാൽ ആർക്കും ഇഷ്ടമില്ലാത്ത, മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന, പക്ഷേ മാറ്റാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് ദേഷ്യം എന്നത്. ജീവിതത്തിൽ ദേഷ്യപ്പെടാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവുകയില്ല. മനുഷ്യന് ദൈവം നൽകിയിട്ടുള്ള വികാരങ്ങളിൽ ഒന്നാണ് ഈ ദേഷ്യം. എല്ലാ വികാരങ്ങളും നല്ലത് തന്നെ. പക്ഷെ അതിർവരമ്പ് കഴിഞ്ഞാൽ അത് മനുഷ്യന് ഫിസിക്കലി മെന്റലി പ്രോബ്ലംസ് ഉണ്ടാക്കും. ദേഷ്യം കൊണ്ട് ഗുണമാണോ ദോഷമാണോ എന്ന് ചോദിച്ചാൽ രണ്ടും ഉണ്ട് താനും. എന്താണ് ദേഷ്യം? ദേഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന് നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, അതായത് ഫിസിക്കലി മെന്റലി നമുക്കുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ അത് ബ്രെയിനിൽ നെഗറ്റീവ് ആയിട്ട് സംഭവിക്കുമ്പോൾ ബ്രെയിൻ നമുക്ക് നൽകുന്ന ഒരു വാർണിംഗ് സിഗ്നൽ ആണ് ഈ ദേഷ്യം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ദേഷ്യത്തിന്റെ കാരണങ്ങൾ? ദേഷ്യത്തിന്റെ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ത്രെട്ട് ആൻഡ് ഇൻജസ്റ്റിസ്, അതായത് ഫിസിക്കൽ ത്രെട്ട്. ഫിസിക്കൽ ത്രെട്ടിന്റെ സമയത്ത് ഒരു പ്രൊട്ടക്റ്റീവ് റെസ്പോൺസ് പോലെയാണ് നമ്മൾ ഈ ദേഷ്യം പ്രകടിപ്പിക്കാറുള്ളത്. അടുത്തതാണ് ഡിസ്റെസ്പെക്ട് ആൻഡ് ഇൻജസ്റ്റിസ്, അതുപോലെ തന്നെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ കോൺഫ്ലിക്ട്സ്. ഇത്തരം സാഹചര്യങ്ങളിൽ ദേഷ്യം പെടാറുണ്ട്. ഇനി വേറൊരു കാര്യമാണ് നമ്മുടെ ചില ഇമോഷൻസ്, അതായത് ഫിയർ, ആൻസൈറ്റി ആൻഡ് ഫ്രസ്ട്രേഷൻസ്. ഈ മൂന്നിന്റെ കൂടെയും ഒപ്പം വരുന്നതാണ് ഈ ദേഷ്യം. അടുത്തതാണ് സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്, അതായത് ചില സ്ട്രെസ്ഫുൾ ചലഞ്ചസ്, ലൈഫ് ചലഞ്ചസ്, അതുപോലെ തന്നെ ജോബ്ലെസ് ആയിട്ടുള്ള കണ്ടീഷൻ, റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ്, ദെൻ സം മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ്, അതായത് ബൈപോളർ ഡിസോർഡേഴ്സ്, അതുപോലെ ADHD, കുട്ടികളിൽ ഉണ്ടാകുന്ന ADHD, സബ്സ്റ്റൻസ് അബ്യൂസ്, ഇതെല്ലാം തന്നെ ദേഷ്യം കൊണ്ടുവരാറുണ്ട്. ഇനി അതല്ലാതെ വേറൊരു കാര്യമാണ് ബ്രെയിൻ കെമിസ്ട്രീസ്. നമ്മുടെ ബ്രെയിനില് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫിസിക്കലി മെന്റലി എന്തെങ്കിലും കാര്യങ്ങൾ ത്രെട്ട് ഉണ്ടാകുമ്പോൾ അത് ബ്രെയിനിനെ നെഗറ്റീവായിട്ട് ബാധിച്ചാൽ നമുക്ക് ദേഷ്യം ഉണ്ടാകും. ഇനി എക്സ്പെക്ടേഷനും റിസൾട്ടും മിസ്മാച്ച് ആകുന്ന സാഹചര്യത്തിൽ, ബ്രെയിൻ ഒന്ന് എക്സ്പെക്ട് ചെയ്യുന്നു, അതല്ല സംഭവിക്കുന്നത്, അങ്ങനെ മിസ്മാച്ച് ആകുന്ന സാഹചര്യത്തിൽ ഫസ്റ്റ് ഉണ്ടാകുന്ന ഒരു ഇമോഷനാണ് ദേഷ്യം എന്ന് പറയുന്നത്. ഇനി ബ്രെയിനിൽ ഒരു ഫിയർ സെന്റർ ഉണ്ട്, അത് ട്രിഗർ ആയാലും ദേഷ്യമാണ് ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് സ്ട്രെസ് ഹോർമോൺസ് ആയ കോർട്ടിസോൾ ആൻഡ് അഡ്രിനാലിൻ. ഇത് രണ്ടും അധികമായാലും നമുക്ക് ദേഷ്യം ഉണ്ടാകും. അപ്പോ ദേഷ്യം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെയാണ് അതിനെ പെട്ടെന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് ദേഷ്യം വന്നു എന്ന ആ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു പോസ് എടുക്കുക. അതായത് 5 4 3 2 1 എന്ന് കൗണ്ട് ചെയ്ത് ജസ്റ്റ് കണ്ണടച്ചിട്ട് നമ്മൾ അതിന്റെ റീസൺ, എന്തുകൊണ്ടാണ് എനിക്ക് ദേഷ്യം ഇപ്പോൾ ഉണ്ടായത്, ഈ പറഞ്ഞ റീസൺസിൽ ഏതെങ്കിലും ഒന്നാകാം, ആ ട്രിഗറിംഗ് മാറ്റർ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതുകൊണ്ടുണ്ടായ നമ്മുടെ ഫിസിക്കൽ മെന്റൽ സിംറ്റംസ്, സൈൻസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം ഇതിനെ കോപ്പപ്പ് ചെയ്യാനുള്ള കോപ്പിംഗ് മെക്കാനിസംസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഡീപ് ബ്രീതിങ് എടുക്കാം, അതുപോലെ തന്നെ കാം ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, റിലാക്സേഷൻ ടെക്നിക്സ്. സോ ഇങ്ങനെയുള്ള കോപ്പിംഗ് മെക്കാനിസംസ് നമ്മൾ അവിടെ യൂസ് ചെയ്യുക. അതിൽ വേറൊന്നാണ് ടൈം ഔട്ട്, അതായത് ആ സിറ്റുവേഷനിൽ നിന്നും പെട്ടെന്ന് തന്നെ നമ്മൾ മാറിപ്പോവുക എന്നുള്ളതാണ്. ഇനി ഇതുകൊണ്ടൊക്കെ പിന്നെ വേറൊരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. സോ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഈ ഒരു കാര്യത്തെ പറ്റി മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ ദേഷ്യത്തിന്റെ ഇന്റൻസിറ്റി കുറയും. ഇനി ഇതൊന്നും നമുക്ക് ചെയ്തിട്ടും നമ്മുടെ ദേഷ്യത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാവുന്നതാണ്. അതിൽ ഒരു തെറ്റും തന്നെ ഇല്ല. ഇനി ഇതിൽ പോലെ നമ്മുടെ റെഗുലർ എക്സസൈസസ്, റുട്ടീൻ ആയിട്ട് ചെയ്യുന്ന യോഗ, മെഡിറ്റേഷൻ, ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ബോഡിയിൽ ഹാപ്പി ഹോർമോൺസിനെ ഇൻക്രീസ് ചെയ്യും. സോ ഈ അഡ്രിനാലിൻ, കോർട്ടിസോൾ പോലെയുള്ള ദേഷ്യം ഉണ്ടാക്കുന്ന സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസ് നമ്മുടെ ബോഡിക്ക് നൽകുന്ന ഈ ഹോർമോൺസിന്റെ ഉൽപാദനം കുറയുകയും ഹാപ്പി ഹോർമോൺസ് ഇങ്ങനെയുള്ള എക്സസൈസ് വഴി ബോഡിയിൽ കൂടുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെ നമ്മുടെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാനുള്ള ഡെയിലി ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ പെട്ടെന്ന് ആ സിറ്റുവേഷനിൽ നിന്നും നമുക്ക് അതിനെ പ്രതികരിക്കാതിരിക്കാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഒന്ന് പോസ് എടുത്തിട്ട് 5 4 3 2 1 എന്ന് കൗണ്ട് ചെയ്ത് ഇത് എന്തുകൊണ്ട് എനിക്കിപ്പോൾ ഉണ്ടായി, അതിന്റെ ട്രിഗറിങ് എന്തായിരുന്നു എന്നുള്ളത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത്. അടുത്തൊരു സിറ്റുവേഷനിൽ ഈ ദേഷ്യം വരുമ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോ താങ്ക് യു സോ മച്ച്.